മറ്റൊരു വാർത്തയിലേക്ക്. നടി ധന്യ മേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. പട്ടത്തും പേരൂർക്കടയിലുമുള്ള 1.56 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ധന്യയുടെ ഭർത്തൃപിതാവിന്റെ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി നിക്ഷേപം സ്വീകരിച്ചുവെന്നാണ് കേസ്. കമ്പനിയിലെ ഡയറക്ടർമാരിൽ ഒരാളാണ് ധന്യ വർഗീസ്. ശരൺ വിശദാംശങ്ങൾ നൽകും. ശരൺ, ഇഡി ഇങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തേണ്ടി വന്നതിന്റെ പശ്ചാത്തലം എന്താണ്? സൈഫുദ്ദീൻ, നടി ധന്യ മേരി വർഗീസിന്റെ ഭർത്തൃപിതാവിന്റെ പേരിലുള്ളതാണ് ഈ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് എന്ന കമ്പനി. ഈ കമ്പനിയിലെ ഡയറക്ടർമാരിൽ ഒരാൾ കൂടിയാണ് ധന്യ മേരി വർഗീസ്. ഇതിൽ നേരത്തെ ഈ കമ്പനി ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരിൽ നിന്നും നിക്ഷേപം വാങ്ങിയിരുന്നത്. അതിനുശേഷം ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകുകയോ പണം തിരികെ നൽകുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ തട്ടിപ്പിന് ഇരയായവർ തിരുവനന്തപുരം പേരൂർക്കട പോലീസിനെ സമീപിക്കുകയും പേരൂർക്കട പോലീസ് ഈ സംബന്ധിച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നതാണ്. ഇതിനെ തൊട്ടു പിന്നാലെയാണ് ഇതിന്റെ മറവിലുള്ള കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കടന്നിരുന്നത്. ഈ ധന്യ മേരി വർഗീസിന്റെ ഭർത്തൃപിതാവ് അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ കണ്ടുകെട്ടൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. പ്രധാനമായും 13 സ്ഥാവര ജംഗമ വസ്തുക്കൾ, ഫ്ളാറ്റ് എന്നിവയാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. പട്ടത്തും പേരൂർക്കടയിലുമുള്ള 1.56 കോടിയുടെ സ്വത്തുക്കൾ കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നത്. ഈ അന്വേഷണത്തിനിടയിൽ ഇഡി എത്തിച്ചേർന്നിരുന്ന കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ പേരിൽ പണം വാങ്ങിയ ശേഷം അത് ഫ്ളാറ്റ് നിർമ്മാണം എന്നുള്ള പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നില്ല. മറിച്ച് ഈ കമ്പനിയുടെ ഡയറക്ടർമാർ ഈ പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചു എന്നുള്ള, ഫ്ളാറ്റ് വാങ്ങുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്കായി ചെലവഴിച്ചു എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 13 സ്ഥാവര ജംഗമ വസ്തുക്കളും ഫ്ളാറ്റും അടക്കമുള്ള കാര്യങ്ങൾ ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്.